അച്ചായൻ്റെ പെണ്ണ് ടീന നടന്നു വരുന്നു. അവളുടെ ഒപ്പം നന്ദനയും ഉണ്ടായിരുന്നു. വരുണിനെ കണ്ടതും അവർ രണ്ടാളും വേഗം അവൻ്റെ അരികിലേക്ക് വന്നു. ഡാ, നിന്നെ ഞാൻ കുറേ സമയം വിളിച്ചായിരുന്നു. പിന്നെ സാറാമ്മയുടെ ഫോണിൽ വിളിച്ച് അവളോട് സംസാരിച്ചു. പപ്പയുടെ വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഡേഞ്ചർ ആയിരുന്നല്ലേ? അതേടി, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. നീ ഇനി കാഞ്ഞിരപ്പള്ളിക്ക് പോവുകയാണെന്ന് സാറാമ്മ പറഞ്ഞല്ലോ. അതെ, പപ്പയുടെ ബിസിനസ്സൊക്കെ നോക്കി നടത്താൻ ഇനി വേറെ ആരും ഇല്ലടി. അത് പറയുമ്പോൾ നന്ദനയുടെ കണ്ണിൽ ഒരു ചെറിയ നനവ് പടർന്നു. ഓക്കെ ഓക്കെ, ഞാനിത് അങ്ങോട്ട് പറയാനിരിക്കുമായിരുന്നു. നന്ദന അവൻ്റെ കൂടെ ചെല്ല്. ടീന അവളെ പിന്താങ്ങി. അങ്ങനെ അവർ രണ്ടാളും കൂടി പുറത്തേക്ക് പോയി. നന്ദന അവളുടെ തീരുമാനം അവനോട് പറഞ്ഞു. അവൻ തിരിച്ചു. നിനക്കെന്നെ ഇഷ്ടമാണെങ്കിൽ ഏതറ്റം വരെയും പോകാൻ ഞാൻ റെഡിയാണ്. നമ്മൾ ഒന്നാകും. അതാണ് മാതാവിൻ്റെ തീരുമാനം. എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ നിനക്ക് പറ്റുമോ? എൻ്റെ അമ്മാവൻ എനിക്ക് വേണ്ടി കല്യാണം ആലോചിക്കുകയാണ്. ഞാൻ അമ്മാവനോട് അതും പറഞ്ഞ് വഴക്കുണ്ടാക്കി. എന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അത് വരുണേട്ടനെ ഓർത്തു മാത്രമാണ്. അത് പറയുമ്പോൾ അവളുടെ അധരങ്ങൾ വിറകൊണ്ടു. നന്ദന, ഈ ഒരു അവസരത്തിൽ എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അവൻ തലചൊറിഞ്ഞു. ഇനി എനിക്ക് പാലക്കാട്ടേക്ക് ഒരു തിരിച്ചുപോക്ക് നടക്കില്ല, അത് തീർച്ചയാണ്, അവൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. എനിക്കും ഇനി എന്തായാലും ഇവിടെ തുടരാൻ കഴിയില്ല. കാരണം പപ്പയ്ക്ക് ഈ അവസരത്തിൽ ആരും തുണയില്ല. സോ ഞാൻ അവിടെ ഇല്ലാണ്ട് പറ്റില്ലടോ. വരുണേട്ടാ, എടി, നീ എന്നെ വരുണേട്ടാന്നൊന്നും വിളിക്കണ്ട. എന്നെ നീ അച്ചായാന്ന് വിളിച്ചാൽ മതി. അവൾ ഒന്ന് ചിരിച്ചു. അവൻ അധികം ആഴ്ത്തിരക്കില്ലാത്ത സ്ഥലം നോക്കി വണ്ടി ഒതുക്കി. ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിക്കാരുടെയൊക്കെ വീട്ടിൽ പെണ്ണുമ്പിള്ളയാണെങ്കിൽ അച്ചായാന്നാണ് കെട്ടിയോനെ വിളിക്കുന്നത്. നീയും അങ്ങനെ വിളിച്ചാൽ മതി. അതിനൊക്കെ ഇനിയും ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. ഓ അങ്ങനെ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഏട്ടൻ സമാധാനത്തോടെ കേൾക്കണം. എന്താണ്, നീ പറഞ്ഞോ? പപ്പയ്ക്ക് ആകെ ക്ഷീണം തന്നെയാണ്. അതുമാത്രമല്ല, ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും പപ്പയ്ക്കിനി താങ്ങാൻ പറ്റില്ല. ഒരു ഹിന്ദു പെൺകുട്ടിയെ ഒരു കാരണവശാലും നിങ്ങളുടെ വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? നമ്മൾക്ക് ഇനിയും വൈകിട്ടില്ല. ഏട്ടൻ മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് സുഖമായിട്ട് അവളുമായിട്ട് ജീവിക്കുമ്പോൾ ഇതൊക്കെ വെറും മനസ്സിൻ്റെ ചാപല്യങ്ങൾ മാത്രമായിട്ടേ കരുതൂ. പപ്പയും കുടുംബത്തെയും ഒക്കെ ഓർക്കുമ്പോൾ ഇത് നല്ലതിനാണെന്ന് തോന്നുന്നുണ്ടോ? ഓ, ഇപ്പം അങ്ങനായോ? കുറച്ചു മുമ്പ് നീ പറഞ്ഞതെന്താ? ഏട്ടനെ ഓർത്ത് മാത്രമാണ് ഞാൻ വഴക്കുണ്ടാക്കി പാലക്കാട്ടുനിന്ന് തിരിച്ചു വന്നതെന്നല്ലേ? ഇനി അവിടേക്ക് പോകുന്നില്ലെന്നും പറഞ്ഞു. എന്നിട്ട് പെട്ടെന്നെന്താടി നിനക്കിത്ര മനംമാറ്റം? അതൊന്നുമല്ല, നമ്മൾ എടുത്തു ചാടി ഓരോന്ന് ആലോചിക്കും മുൻപ് 100 വട്ടം ആലോചിക്കണം. 100 1000 എങ്കിൽ പോലും നീ എത്ര ആലോചിച്ചിട്ടാണ് പോകുന്നത്? നീ എത്ര രാത്രികളിൽ ഉറങ്ങാതെ കിടന്ന് ചിന്തിച്ചു എന്നിട്ടല്ലേ പോകുന്നത്? എനിക്ക് നിന്റെ മനസ്സ് കാണാൻ കഴിയുന്നുണ്ട്. ഞാനില്ലാതെ നിനക്ക് പറ്റില്ലെന്ന് എനിക്കറിയാം. അല്ലെന്ന് പറയാൻ പറ്റുമോ? പറ്റും. ആണോ? അപ്പോൾ അങ്ങനെയാണല്ലേ? ശരി, നീ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കേ. എൻ്റെ കണ്ണുകളെ നോക്കി നീ എന്നോട് പറ, നിനക്കതിന് പറ്റുമെന്ന്, എന്നെ മറക്കാൻ പറ്റുമെന്ന്. അവൻ അവളോട് പറഞ്ഞു. പക്ഷെ അവൾക്ക് അവൻ്റെ മിഴികളെ നേരിടാൻ കഴിഞ്ഞില്ല. കാരണം അവൻ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയായിരുന്നു. ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് അവൾ അവൻ്റെ പെണ്ണായി മാറുകയായിരുന്നു. അമ്മ പോയ വിഷമത്തിലും അവളുടെ ഏക ആശ്വാസം ടീനയായിരുന്നു. ടീനിൽ നിന്നറിയാൻ കഴിഞ്ഞ ഓരോ വിവരങ്ങൾ. വരുൺ അത്രമേൽ അവളെ സ്നേഹിക്കുന്നുവെന്നറിഞ്ഞ നിമിഷം അവൾ പോലും അറിയാതെ അവളുടെ മനസ്സത് ആഗ്രഹിച്ചു. അവനോടുള്ള അതിതീവ്രാനുരാഗം കാരണം അവൾ അവിടുന്ന് അവൻ്റെ അരികിലേക്ക് ഓടിപ്പോന്നത്. പക്ഷേ വിധി തന്നെ വീണ്ടും വേട്ടയാടുകയാണോ? വരുണം തന്നെ വിട്ടുപോവാണോ? നന്ദന, വരുൺ അവളുടെ തോളിൽ തട്ടി. ഇയാൾ ഏത് ലോകത്താണ്? അത് പിന്നെ ഞാൻ ഓരോന്നോ ആലോചിച്ച്. നീ ഇപ്പോൾ കൂടുതലൊന്നും ആലോചിക്കണ്ട. നീ വരുണിൻ്റെ പെണ്ണാണ്.
ഈ വരുൺ മാത്യു കൊട്ടാരത്തിൽ നിന്ന എൻ്റെ പെണ്ണ്, എൻ്റെ സ്വന്തം പെണ്ണ്. അവൻ അവളുടെ ഇരു ചുമലിലും കൈവച്ചു. ഇപ്പോൾ അവളുടെ ചുടുനിശ്വാസം അവൻ്റെ കവളിൽ തട്ടി. മെല്ലെ അവൻ്റെ അധരങ്ങൾ അവളുടെ അധരത്തിലേക്ക് അടുത്തു വന്നു. ചേ, മാറ്! അവൾ പെട്ടെന്ന് സ്ഥലകാല ബോധത്തോടെ അവനെ തള്ളി മാറ്റി. എടി, വേണ്ട വേണ്ട, ഇതൊന്നും വേണ്ട കേട്ടോ. ആ, കൊള്ളാലോ, നിങ്ങൾ ഇത്തരക്കാരനായിരുന്നല്ലേ. ആ, ഇനി അത് പറഞ്ഞു. വെറുതെ കഥ മെനയാൻ തുടങ്ങുകയാണ് പെണ്ണ്. ഒരു നിമിഷം ഓ, ഇനി നിന്നെ തൊടത്തില്ല, പോരെ. അഥവാ തൊട്ടാൽ തന്നെ ഞാൻ കെട്ടിയ മിന്ന് നിന്റെ കഴുത്തിൽ വന്ന ശേഷം മാത്രമേ ഉള്ളൂ. അതിനുശേഷം എനിക്ക് നിന്റെ അനുവാദം വേണ്ട. ലുക്ക്, അവൾ അവനെ കൈയെടുത്ത് വിലക്കി. നോക്കാനോ? എങ്ങോട്ട്? ഞാൻ നോക്കിയിട്ടൊന്നും കാണുന്നില്ലല്ലോ. ഇത് വരണേട്ടാ, കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. മര്യാദയ്ക്ക് ഇരുന്നോണം. ഇല്ലെങ്കിൽ 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 നീ എന്നാ ചെയ്യും പറ? ഒന്നും ചെയ്യില്ല. മതി പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് പോയേക്കാം. വണ്ടി എടുക്ക്. ഏട്ടനിന്ന് പോവണ്ടേ? എടി, എന്താ? എടി, ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സമ്മതിക്കുമോ? എന്താ? എനിക്ക് നിന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരണം മുത്തേ. അയ്യടാ, ഇത്തിരി മുന്നേ പറഞ്ഞത് എന്താണ്? മിന്നി കെട്ടിയിട്ടെന്നല്ലേ? അപ്പോഴേക്കും അവൻ തൻ്റെ ചൂണ്ടുവിരൽ അവളുടെ അതിരത്തിൽ വെച്ചു. പെട്ടെന്ന് തന്നെ വരുണിൻ്റെ ഒരു അലർച്ചയും അവിടെ മുഴങ്ങി. ഡി കോപ്പേ, നിന്നെ നേരിടാൻ എനിക്കറിയാൻ മേലഞ്ഞിട്ടല്ല കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടവൻ അവളുടെ കൈത്തട്ടയിൽ അമർത്തി പിടിച്ചു. വീട്ട്, എനിക്ക് വേദനിക്കുന്നു വരണേട്ടാ. ധൃതി കൂട്ടാതെ. ഞാൻ പറയുന്ന പോലെ നീ ഏറ്റു പറയണം. അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇപ്പോൾ ഉമ്മ വയ്ക്കും. ദേ, വേണ്ട കേട്ടോ, ഞാൻ സമ്മതിക്കില്ല. ഓക്കേ, വേണ്ട. ഞാൻ പറയും പോലെ പറയാമോ? എങ്കിൽ ഞാൻ എന്താ പറ. അങ്ങനെ വഴിക്ക് വാടി. സമയം പോന്നു. എന്താ പറയേണ്ടത്? അതോ? അതേ, നീ പറയണം. എൻ്റെ അച്ചായന് വേണ്ടി ഞാൻ കാത്തിരിക്കുമെന്ന്. ഓ, അതാണോ? അവൾ ഇത്തിരി നേരം ആലോചിച്ചു. എന്നതാടി, ഇത്രയ്ക്ക് താമസമൊന്നും വേണ്ട, പറയേ. എന്ത് കുന്തം? ഞാൻ ഇത്രയും നേരം നിന്നോട് പറഞ്ഞതെന്താ? ഞാൻ പറയാം. നമുക്കിപ്പോൾ ഓഫീസിലേക്ക് പോകാം. നോ, നീ പറയാതെ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യില്ല. ദേ, ഇനി ഇന്ന് കാഞ്ഞിരപ്പള്ളി വരെ പോവേണ്ടതാണ്. പേപ്പേഴ്സൊക്കെ റെഡി ആക്കേണ്ടതാണ്. എനിക്ക് ധൃതിയൊന്നുമില്ല കേട്ടോ. മാതാവേ, ഇവളെ കണ്ടപ്പോൾ സകല ചാനലും പോയി. അവൻ വണ്ടി മുന്നോട്ടെടുത്തു. നിന്റെ അമ്മാവൻ ആള് വശപ്പിച്ച കാണോ? ഓ, അതൊക്കെ ഇനി പറഞ്ഞിട്ടെന്താ? അമ്മായി എങ്ങനെയുണ്ട്? ഒക്കെ ഒരു വകയാണ്. എല്ലാം എൻ്റെ തലയിലെഴുത്ത്. ആ എഴുത്തൊക്കെ മാറ്റാൻ പോവാണ് മുത്തേ ഈ അച്ചായൻ. അവൻ അതും പറഞ്ഞുകൊണ്ട് കാർ ഡ്രൈവ് ചെയ്തു. നീ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് അല്ലേ? ഒരുപാട്. അച്ഛനും അമ്മയും ഇല്ലാത്ത വേദന. അതാർക്കും വരുത്തരുത്. നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല കേട്ടോ. അങ്ങനൊന്നുമില്ല. എൻ്റെ ജീവിതം തന്നെ ഒരു തുറന്ന പുസ്തകമാണ് ഏട്ടാ. സഹതാപം നിറഞ്ഞ കണ്ണുകളാണ് ഞാൻ എന്നെ നോക്കുന്നവരിലൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. അത് മാത്രം സാധിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്താണ്? എന്നോട് പറ. എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ സാധിപ്പിച്ചു തരാം. ഇല്ല വരുണേട്ടാ, വരുണേട്ടനെന്നല്ല, സാക്ഷാൽ ദൈവം തമ്പുരാന് പോലും അത് സാധിപ്പിക്കാൻ കഴിയില്ല. എന്താണ്? നീ പറ. അവന് കേൾക്കാൻ ആകാംക്ഷയായി. അവൻ വീണ്ടും കാറ് സൈഡിൽ ഒതുക്കി. അതെനിക്ക് ജോലി കിട്ടിയിട്ട് കിട്ടുന്ന ആദ്യത്തെ ശമ്പളം എനിക്ക് എൻ്റെ അമ്മയുടെ കൈ കൊടുക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. എൻ്റെ അമ്മയോട് ഞാൻ എപ്പോഴും അത് പറയായിരുന്നു. അമ്മയും അത് ആഗ്രഹിച്ചിരുന്നു ഇടയ്ക്ക് എപ്പോഴോ. പക്ഷേ അപ്പോഴേക്കും എൻ്റെ പ്രിയപ്പെട്ട അമ്മ എന്നെ തനിച്ചാക്കിപ്പോയി. ഈശ്വരൻ എന്നോട് അത്രയും കരുണ പോലും കാണിച്ചില്ല. അതും പറഞ്ഞവൾ പൊട്ടിക്കരഞ്ഞു. നന്ദന,
മോളെ കരയാതെ. നീ കരച്ചിൽ നിർത്ത്. സങ്കടപ്പെടേണ്ട. നിനക്ക് ഞാനുണ്ട്. എൻ്റെ മരണം വരെ ഞാനുണ്ട് നന്ദന. അവൻ അവളുടെ ഇരു കൈകളും തൻ്റെ കയ്യിൽ ഒതുക്കി. പ്ലീസ്, ആ വാക്ക് പറയല്ലേ. മരണം. ആ വാക്ക് എനിക്ക് കേൾക്കുന്നത് പോലും പേടിയാണ്. ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. നീ സമാധാനപ്പെട്. എനിക്ക് നിന്റെ കരച്ചിൽ മാത്രം കാണാൻ വയ്യ. അവൾ മെല്ലെ കണ്ണീർ തുടച്ചു. നമുക്ക് പോകാം, ഞാൻ ലേറ്റായി. ഓക്കെ ഏട്ടാ, നമുക്ക് പോകാം. അവൻ വീണ്ടും കാറോടിച്ചു പോവാണ്. നിന്റെ വിഷമവും സന്തോഷവും പരിഭവവും പ്രണയവും ഒക്കെ പറയാൻ നിനക്ക് കൂട്ടായിട്ട് നിന്റെ അച്ചായനുണ്ടടി. എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി മുന്നോട്ട് നീക്കണം, എന്നിട്ട് ഞാൻ വരും. ഏയ്, അതൊന്നും സാരമില്ല. ഞാൻ പെട്ടെന്നങ്ങ് വിഷമിച്ചു പോയി. കാറ് പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുവന്നവൻ നിർത്തി. എങ്കിൽ ഞാൻ പോട്ടെ. അവൾ മെല്ലെ വണ്ടിയിൽ നിന്നിറങ്ങി. അതെ, ഒന്നും പറയാതെ പോവാണോ? എന്താ പറയേണ്ടത്? എന്തു വേണേലും പറഞ്ഞു. ഞാനേ ഈ ഇച്ചായൻ്റെ പെണ്ണാണ്. ഇച്ചായൻ്റെ മാത്രം. പോരെ? മതിയടി, മതി. ഈ ഇച്ചായനത് മാത്രം മതി. അവൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. പക്ഷേ താനൊരു വലിയ കടമ്പ കടക്കേണ്ടി വരും. കാരണം വീട്ടുകാരെ എതിർത്തുകൊണ്ടുള്ളൊരു വിവാഹം അതിത്തിരി കടുപ്പമാണ്. ഇത്തിരി എന്നല്ല, എന്നാലും തൻ്റെ പെണ്ണിനെ താൻ കൈവിടിയില്ല. അവൾക്കാകെയുള്ള ഒരു ആശ്രയം ഈ ഞാനാണ്. അത് വരുണിന് നന്നായി അറിയായിരുന്നു. അങ്ങനെ ഓരോരോ ദിവസങ്ങൾ പിന്നിട്ടു. വരുൺ അങ്ങനെ ഫ്രണ്ട്സിനൊക്കെ ചെറിയ പാർട്ടിയൊക്കെ കൊടുത്തു. ശേഷം TVMനോട് ഗുഡ് ബൈ പറഞ്ഞു പോന്നു. നന്ദനയ്ക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നെങ്കിലും അവൾ അതൊന്നും പുറമേ കാണിച്ചില്ല. റിസൈൻ ചെയ്തു പോകുന്ന ദിവസം അവർ രണ്ടാളും വീണ്ടും കണ്ടുമുട്ടി. നീ തനിച്ചാണെന്ന് ഓർക്കണ്ട കേട്ടോ. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി. പിന്നെ ടീനയുണ്ടല്ലോ, അവളെ നീ നിന്റെ സ്വന്തം ചേച്ചിയെപ്പോലെ കണ്ടോളൂ. നീ മനസ്സ് വിഷമിക്കണ്ട. ഏയ്, അതൊന്നും ഓർക്കണ്ട ഏട്ടാ. ഏട്ടനിപ്പോൾ പൊയ്ക്കോ. എൻ്റെ കാര്യമോർത്ത് ഏട്ടൻ്റെ മനസ്സ് വിഷമിക്കണ്ട. നിന്റെ കാര്യമോർത്ത് മാത്രമാണ് എൻ്റെ വിഷമം. നിന്നെ ഇവിടെ ഇട്ടിട്ട് ഇങ്ങനെ പോകാൻ എനിക്ക് തീരെ മനസ്സില്ല മോളെ. എങ്കിൽ ഞാനും വരാം. എൻ്റെ അവൾ കളിയായി പറഞ്ഞു. നിന്നെ കൊണ്ടുപോകാൻ ഞാൻ റെഡിയാണ് 100 വട്ടം. പക്ഷേ എനിക്ക് ഇത്തിരി കൂടി ടൈം വേണം. അത് കഴിഞ്ഞ് ഞാൻ നിൻ്റെ അടുത്ത് വരും. അപ്പോൾ എൻ്റെ കൂടെ നീ ഉണ്ടാകും. പക്ഷേ ഇത്തിരി ക്ഷമ വേണം കേട്ടോ. അതിന് റെഡി ആയതുകൊണ്ടല്ലേ ഞാൻ വന്നത്. പിന്നെ എന്താണിപ്പോൾ ഇങ്ങനൊരു സംസാരം? ഞാൻ കൂടി പോകുമ്പോൾ ആരുമില്ലെന്ന് തോന്നൽ എൻ്റെ പെണ്ണിൻ്റെ മനസ്സിൽ വേണ്ട. അത്രയുള്ളൂ കാര്യം. അങ്ങനെയൊരു തോന്നൽ ഇപ്പോൾ എനിക്കില്ല ഏട്ടാ. ഏട്ടൻ്റെ ഓരോ ഫോൺ വിളിയിലും ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. ഏട്ടൻ്റെ ശബ്ദം കേട്ടില്ലെങ്കിൽ എനിക്കാകെ വീർപ്പുമുട്ടലാണ്. ഓഫീസിൽ നിന്ന് ഓടിയെത്തുന്നത് ഞാൻ ഏട്ടനോട് സംസാരിക്കാനാണ്. അപ്പോൾ അസ്ഥിക്ക് തന്നെ പിടിച്ചു അല്ലേടി? എൻ്റെ ഒരു കഴിവേ. ഏയ്, അത്രയ്ക്കൊന്നുമില്ല. അധികം പൊങ്ങണ്ട. ഓ പിന്നെ തള്ളാതെ. ഇത് അസ്ഥിക്ക് തന്നെ പിടിച്ചു. അതുകൊണ്ടാണ് നിനക്കെന്നെ കണ്ടില്ലെങ്കിൽ. ഉറക്കമില്ല, രാത്രി വിളിക്കാൻ താമസിച്ച ഉറക്കമില്ല. അതിനൊക്കെ എന്താണ് പരിഹാരം? അവൻ അവളെ നോക്കി. ഓ, അതിനൊരു ഉറക്ക ഗുളിക മേടിച്ച് കഴിക്കാം പോരെ? ഡി കാന്താരി, നീ മേടിക്കും കേട്ടോ. ഇച്ചായോ, ഇത് ഏത് ലോകത്താണ്? ഇവിടൊന്നും ഇല്ലേ ആള്? വൈകിട്ടൊരു 5:30 ആയിക്കാണ് സമയം. നല്ല മഴയാണ്. അവൻ വെറുതെ മഴ കണ്ടുകൊണ്ട് സിറ്റൗട്ടിലിരിക്കുകയാണ്. എന്നാലും ചിന്തകൾ വേറെ എവിടെയൊക്കെയോ ആണ്. ആവി പൊന്തുന്ന കാച്ചിൽ പുഴുങ്ങിയതും അധികം എരിവില്ലാത്ത വെള്ളക്കാന്താരി മുളകും ഉള്ളിയും ഉപ്പും ചേർത്ത് അരച്ച ചമ്മന്തിയും ചെറു ചൂട് കട്ടൻ കാപ്പിയുമായിട്ടാണ് ഒരാളുടെ വരവ്. ആ, ഇത്ര പെട്ടെന്ന് റെഡിയായോ? ആയി ഇച്ചായ. അമ്മമ്മച്ചി അപ്പം തന്നെ പുഴുങ്ങി. ദേ സൂപ്പർ ടേസ്റ്റാണ്. അവളൊരു ചെറിയ പീസ് എടുത്തിട്ട് ബാക്കി അവന് കൊടുത്തു. ഈ മഴ കണ്ടുകൊണ്ട് കഴിക്കാം. എന്ത് രസമാണ്. രണ്ടാളും കൂടി കഴിക്കുകയാണ്. പറമ്പിൽ മുഴുവനും ചേനയും കാച്ചിലും ചേമ്പും ഒക്കെയാണ്. പുറം പണിക്കാരനായ ഒരാളുണ്ട്. ആളാണ് എല്ലാം കൃഷി ചെയ്യുന്നത്. ഡി, അമ്മമ്മച്ചി കഴിച്ചോ? എവിടെ ആള്? കണ്ടില്ലാലോ. ദേ ഇപ്പോൾ വരും. സെലീന ആൻ്റി വിളിക്കുന്നുണ്ട്. അവരുടെ മൂത്ത മകളാണ് സെലീന. കന്യാസ്ത്രീയാണ്.
തൊടുപുഴയിൽ ഒരു കോൺവെൻറ്റിൽ. ഇച്ചായ, എങ്ങനെയുണ്ട് പപ്പയുടെ വഴി പിന്തുടർന്നിട്ട്? കൊള്ളാമോ? ഓ, എന്നതാടി, എന്നും എസ്റ്റേറ്റിൽ പോകുന്നുണ്ട്. കുറേ ജോലിക്കാരുണ്ട്. അവരുടെ കണക്കും കാര്യങ്ങളും ഒക്കെ നോക്കുന്നത് നമ്മുടെ ജയകൃഷ്ണൻ ചേട്ടനാണ്. പിന്നെ പാറമടയിൽ പോയി. ഇനി ഏലപ്പാറയ്ക്ക് പോകണം. വാഗമണ്ണിൽ പപ്പ തുടങ്ങി വെച്ച റിസോർട്ടിൻ്റെ കാര്യം എന്തായി നോക്കണം. അതുപോലെ ഫർണിങ്ങാനത്തൊരു 30 സെൻറ്റ് മേടിച്ചില്ലേ കഴിഞ്ഞ കൊല്ലം? അവിടെ ഞാൻ ഒരു ഫ്ലാറ്റ് പണിയാനുള്ള പ്ലാനാണ്. മുകളിൽ 2 നിലയിൽ ഫ്ലാറ്റ്, താഴെ 4-5 ഷട്ടർ. അതാർക്കെങ്കിലുമൊക്കെ റെൻറ്റിന് കടയ്ക്ക് കൊടുക്കാം. അതൊരു വരുമാനമാകും. ഓ, എൻ്റെ കർത്താവീശോ മിശിഹായേ, ഇതെന്നതൊക്കെയാണ് ഈ കേൾക്കുന്നത്? പപ്പായെ കടത്തി വെട്ടി. ഇച്ചായനാൾ പുലിയാണല്ലോ. ഓ, പുകഴ്ത്തി കൊല്ലാതടി. നീ മര്യാദയ്ക്ക് അവിടെ ഇരിക്കുക. അപ്പോഴേക്കും അമ്മമ്മച്ചി അവിടേക്ക് വന്നു. നല്ല കാഴ്ചലല്ലേ മോനെ? പൊടിഞ്ഞിരിക്കുന്നു. അമ്മമ്മച്ചി അവൻ്റെ അടുത്തേക്ക് വന്നു. വാ അമ്മമ്മച്ചി, ഇവിടെ ഇരിക്ക്. അവനൊരു കസേര വലിച്ചടുത്തേക്കിട്ടു. മക്കളെ, ഇനി എന്നാടാ നീ ഒരു പെങ്കൊച്ചിനെ കൊണ്ടുവരുന്നത്? അവളെ കൂടെ കണ്ടിട്ട് വേണം എനിക്ക് കണ്ണടയ്ക്കാൻ. എങ്കിലും ഉടനെ ഒന്നും കണ്ണടക്കില്ല. അതെന്നാ, നീ കെട്ടാതെ നിൽക്കുവാണോ? നിനക്കൊരു സുന്ദരി പെണ്ണിനെ കിട്ടും മോനെ. അതെ അതെ, എൻ്റെ ഇച്ഛായ, എനിക്കാണെങ്കിൽ കൊതിയാകുന്നു നാത്തൂനെ കാണാൻ. നമുക്ക് ആ കാതരൻ ചേച്ചിയെ നോക്കണോ ഇച്ഛായ? അതിന് ശരിയാകത്തില്ല കൊച്ചേ. ഇനി ആ പെങ്കൊച്ചിനെയും കൊണ്ട് പുറത്തേക്ക് പോകാനൊന്നും ഇവനെക്കൊണ്ട് പറ്റില്ല. പപ്പയ്ക്ക് ആരാ ഒരു സഹായം? അവനെക്കൊണ്ട് ഇനി ഒന്നിനും സാധിക്കില്ല. വരുംകുട്ടനാകുമ്പോൾ ഇനി എല്ലാം നോക്കി നടത്തും. ഇവന് നല്ലൊരു കഴിവുണ്ട്. മാത്തച്ഛന് സന്തോഷമായിട്ടുണ്ട് ഇപ്പം തന്നെ. അതുകൊണ്ട് ആ പെണ്ണൊന്നും വേണ്ട, അതാ നല്ലത്. ഓ പിന്നെ, അങ്ങനെ എഴുതി തള്ളാൻ വരട്ടെ. ഞാൻ സൂസന്നയോട് കാര്യങ്ങൾ പറഞ്ഞു. അവർക്ക് സമ്മതാണ്. പെങ്കൊച്ചുങ്ങൾ എത്ര പേരിങ്ങനെ കെട്ടുകഴിഞ്ഞ് വെളിയിൽ പോകണു? ഇവൻ പോകണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ലല്ലോ. അതാണെങ്കിൽ നല്ലൊരു ബന്ധമാണ്. കാണാൻ നല്ല പെണ്ണ്, ഇഷ്ടം പോലെ കാശുമുണ്ട്. പിന്നെന്താ? പിന്നെ കെട്ടുകഴിഞ്ഞ് രണ്ടാളും അവിടെ എവിടെയാണോ കഴിയുന്നത്? അതൊക്കെ എങ്ങനെയാ എൻ്റെ ആൻസി? അതും ഈ കാലം കെട്ട കാലത്ത്. നിനക്ക് സമ്മതമാണോടാ? ആൻസി മകനോട് ചോദിച്ചു. അവനാണെങ്കിൽ ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്ന മട്ടിലിരിക്കുകയാണ്. നീ എന്നാടാ മിണ്ടാത്തത്? നിന്നോടല്ലേ ഞാൻ ചോദിച്ചേ? ഇച്ചായനൊരു അഭിപ്രായമില്ലേ? ഇനി മനസ്സിലാരെങ്കിലും ഉണ്ടോ? ഓ പിന്നെ ഉണ്ട്. സൈറ, നീ ഇവിടെ മിണ്ടാതിരിക്കുക കേട്ടോ. ഞാനും പപ്പയും കൂടി സൂസന്നയ്ക്ക് വാക്ക് പറഞ്ഞു. എന്ത്? അവൻ മമ്മി സൂക്ഷിച്ചു നോക്കി. നമുക്ക് സമ്മതാണെന്ന്. അങ്ങനെ രണ്ടാളും കൂടി അങ്ങ് സമ്മതിച്ചാൽ മതിയോ? മക്കളുടെ കാര്യത്തിൽ പിന്നെ എങ്ങനെയാടാ? മാതാപിതാക്കൾക്ക് തീരുമാനം എടുക്കാൻ അനുവാദമില്ലേ? ഓ, മമ്മിക്ക് തുടങ്ങി തർക്കം. ഒന്ന് നിർത്ത്.